യാതൊരു മുഖവരുടെയും ആവശ്യമില്ലാത്ത മലയാളത്തിലെ ഏറെ പ്രസിദ്ധമായ ലളിതാംബിക അന്തർജനത്തിൻ്റെ നോവൽ അഗ്നിസാക്ഷി. DC ബുക്സ് പുറത്തിറക്കുന്ന ഈ പുസ്തകത്തിൻ്റെ 35ാം പതിപ്പാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. വായന ഒരിക്കലും വൈകി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പുസ്തകങ്ങൾ കാലാതീതമാണ്. അത് ഒരു നൂറ്റാണ്ടിലേക്ക് വേണ്ടിയുള്ള ജീവവായു കാത്തു സൂക്ഷിക്കുന്നു. സ്വാതന്ത്ര്യലബ്ധിക്ക് മുന്നേ ഭാരതത്തിൽ നിലനിന്നിരുന്ന ജാതി വ്യവസ്ഥയുടെയും ബ്രാഹ്മണ കുടുംബത്തിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ നേർചിത്രമാണ് അഗ്നിസാക്ഷി നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത്. തങ്കം നായർ എന്ന മാനമ്പള്ളി ഇല്ലത്തെ അപ്പൻ നമ്പൂരിയുടെ സംബന്ധത്തിൽപ്പെട്ട മകളുടെ വീക്ഷണത്തിലാണ് കഥ സഞ്ചരിക്കുന്നത്. അവളുടെ പ്രിയപ്പെട്ട ജ്യേഷ്ഠൻ ഉണ്ണിയേട്ടൻ്റെ പത്നിയായി പുതുശ്ശേരി ഇല്ലത്തെ ദേവകി എത്തുന്നു. ആ ദേവകി പിന്നീട് ദേവകി മാനമ്പള്ളിയായും ദേവകി ബഹനായും ഒടുവിൽ സുമിത്രാനന്ദ സ്വാമിയായും പരിണമിക്കുന്ന ദേവകിയുടെ ആ അഗ്നിനക്ഷത്രത്തിൻ്റെ കഥയാണ് അഗ്നിസാക്ഷി നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത്. ആദ്യം സമുദായ സേവനവും പിന്നീട് സാമൂഹിക രാഷ്ട്രീയ സേവനവും ഒടുവിൽ സർവ്വലോക സന്യാസിയായും പരിണമിക്കുന്ന ആ അഗ്നിനക്ഷത്രത്തിൻ്റെ കഥ അത് ബ്രാഹ്മണ സമൂഹത്തിൽ അനുഭവിച്ചിരുന്ന തിക്തമായ അനുഭവങ്ങളുടെയും തീക്ഷ്ണമായ സന്ദർഭങ്ങളുടെയും നേർചിത്രമാണ് നമുക്ക് മുന്നിൽ കാട്ടിത്തരുന്നത്. വളരെ സങ്കീർണമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ നോവൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് നാം കാണുന്ന എല്ലാവിധ സുഖ സൗകര്യങ്ങൾക്കും കാരണം നമുക്ക് മുന്നേ സഞ്ചരിച്ചവരായിരുന്നു എന്ന് നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നു. ഭാരതത്തിൽ നിലനിന്ന ജാതി വ്യവസ്ഥ തന്നെയാണ് വെള്ളക്കാരുടെ മേൽക്കോയ്മയ്ക്കും കാരണമായത് എന്ന് ഈ പുസ്തകം നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നു. മനുഷ്യനാണ് നമ്മുടെ ജാതി, മനുഷ്യത്വമാണ് നമ്മുടെ സംസ്കാരം എന്ന വലിയ സന്ദേശം അഗ്നിസാക്ഷി നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നു. അനേകം പാഠ്യപദ്ധതികളിലും അനേകം പുരസ്കാരങ്ങൾക്കും അർഹമായ ഈ നോവൽ നമ്മുടെ ചരിത്രം തന്നെയാണ് നമുക്ക് മുന്നിൽ പകർന്നു നൽകുന്നത്. ആ ചരിത്രം നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൂടാ എന്ന വലിയ സന്ദേശം അഗ്നിസാക്ഷി എന്ന ഈ അഗ്നി നക്ഷത്രത്തിൽ ശോഭിക്കുന്ന ഈ നോവൽ നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നു. നന്ദി അമ്മേ, നന്ദി ദേവകി, നന്ദി ലളിതാംബിക അന്തർജനം.